എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫ്രണ്ട് വീൽ സൈഡിൽ നിന്ന് കിടക്കുന്നൊരു സൗണ്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. വീൽ അഴിച്ചു മാറ്റി നമുക്ക് ഇതിൻ്റെ കാലിപ്പുറം ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഷെയ്ക്കാണ് കണ്ടോ. നല്ല ഷെയ്ക്കുണ്ട്. നമുക്കൊന്ന് കാലിപ്പറിൻ്റെ പിൻ അഴിച്ച് നോക്കാം. പിൻ വയ്ക്കാൻ വേണ്ടി ഇവിടെ ഈ 12 വോൾട്ട് മുകളിലും ഇവിടെ താഴെയുണ്ട്. നമുക്ക് അഴിച്ചിരുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് പിന്നെ ഒരുപാട് വർഷത്തെ പഴക്കം കൊണ്ട് ഈ പിന്നിന് സംഭവിക്കുന്ന തേയ്മാനമാണ് ഇതിൻ്റെ മെയിൻ ഒരു കാരണം. അതുപോലെ തന്നെ ഇതിനുള്ളിലും ചെറിയൊരു തേയ്മാനത്തിൻ്റെ പ്രശ്നവും കൊണ്ട് ഇത് സംഭവിക്കാം. അത് നമുക്ക് ചെയ്യാനുള്ളത് ഈ പിന്നൊന്ന് മാറിയിടുക എന്നുള്ളതാണ്. അത് സാധാരണ ഇവിടെ ഒരു ഷിം ഷീറ്റൊക്കെ കോപ്പർ ഷീറ്റൊക്കെ ഇടാറുണ്ട്. എന്നാലും നമുക്ക് ആദ്യം ഒന്ന് പിന്ന് മാറിയിടുന്നുള്ള പ്രോപ്പറായിട്ടുള്ള വഴി. ഇതാണ് കാലിപ്പർ സ്ലൈഡിങ് പിൻ കിറ്റ് വരുന്നത്. ഇത് മാരുതി ജെനുവിൻ ആക്സസറീസാണ്. ഇതിൽ 2 പിന്ന് അതുപോലെ തന്നെ അതിൻ്റെ ബൂട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്രീസൊക്കെ അടക്കം വരുന്നുണ്ട്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. ഇതാണ് പഴയ കാലിപ്പർ പിന്ന്, ഇത് പുതിയതും. ഇത് കണ്ടാൽ കാഴ്ച രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല, എങ്കിലും തേയ്മാനം എന്തായാലും ഉണ്ടാവും. നമുക്കതിലിത് മാറിയിട്ട് നോക്കാം. ഈ പിന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇവിടെ കിറ്റിൽ വരുന്നതാണ് ഇതിൽ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ബൂട്ട്. ഈ ബൂട്ടൊക്കെ ഒരുപാട് പഴക്കമാകുമ്പോൾ മോശമാകും. അപ്പം ഇത് കണ്ടോ, പക്ഷെ പുതിയത് കണ്ടോ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അടിയത്തെ കാലിപ്പർ പിന്നെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുകളിലത്തെ മാറ്റാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മെച്ചമുണ്ട്. ഇത് അഴിച്ച് ഇവിടെ കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ മാറ്റിയിടേണ്ട വിഷയങ്ങൾ വരുന്നില്ല. ഓരോന്നായിട്ട് മാറിയിട്ടാൽ മതി. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഞാൻ കാലിപ്പറിൻ്റെ 2 പിന്നും ബോൾട്ടും അതുപോലെ തന്നെ ഈ ബൂട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൗണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സൗണ്ട് മാറിയിട്ടുണ്ട്. കാലിപ്പർ പിൻ ചേഞ്ച് ചെയ്തതിന് മുമ്പുള്ള ശബ്ദം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇനിയും സൗണ്ട് വരികയാണെങ്കിൽ പിന്നിന് നമുക്ക് കോപ്പർ ഷീറ്റ് കൊണ്ട് ഷിം ചെയ്യേണ്ടി വരും. ഇവിടെ ചെറിയ ഇതിന് തേയ്മാനം കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമാണത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി.